ഗൈസ് എനിക്ക് സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതിനായിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അങ്ങനെ പിന്നെ ഞാനവിടെ തിരിച്ചു പറഞ്ഞു ഫോട്ടോ എടുക്കണം. അപ്പൊ ഒരു പറഞ്ഞത് ഉള്ളിൽ കയറി കൊന്നിട്ട് കുറച്ച് സുന്ദരിക്കൊന്നു. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ. പിന്നെ വീട്ടിനെ ഒരുങ്ങി വന്നോണ്ട് ഇവിടുന്ന് അങ്ങനെ ഒരുങ്ങേണ്ട ആവശ്യം വന്നില്ല. ഞാൻ പിന്നെ ഓരെ വിളിച്ചു. അങ്ങനെ പിന്നെ മൂപ്പര് നല്ല അടിപൊളിയായി ഫോട്ടോ എടുത്തു. അപ്പത്തേക്ക് എന്റെ 2 ഫ്രണ്ട്സ് അവിടത്തേക്ക് വന്നിരുന്നു. ട്രൂ ഫ്രണ്ട്ഷിപ്പ് എക്സിസ്റ്റ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ. എന്നെ എവിടെ പോയാലും ഒറ്റക്കാക്കില്ല, എപ്പോഴും കൂടെ ഉണ്ടാവും. കൂടുതൽ പറയാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എപ്പോഴും ബസ് സ്റ്റാൻഡിൽ വന്നാണ് ഞങ്ങൾക്ക് ഉപ്പിലിട്ട് കഴിക്കുന്ന നിർബന്ധം. അതുകൊണ്ട് പിന്നെ അതും കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു സാധനത്തിന് വീണ് കിട്ടിയ രസേന. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം ബസ് കയറി നേരെ സ്കൂൾക്ക് വന്നിച്ചു. ഇത് കയറി വരുമ്പോഴത്തേക്ക് ഫിതക്കാരെ ക്രഷ് അടിച്ച് ഓരോരുത്ത് ഇങ്ങനെ നിൽക്കുന്നു. രണ്ട് മാവോസ്റ്റുകൾ പോലെ നിൽക്കുന്നു. 1/2 മണിക്കൂർ പോസ്റ്റ് ആണ്ടെന്ന ദേഷ്യത്തിലാണ് സപ്പാണ്ടി. പിന്നെ ഞങ്ങൾ ഓ മൈ ഫ്രണ്ട്സ് ബിജെപി ഇട്ട് ഞങ്ങൾ നേരെ സ്കൂൾക്ക് കയറിയപ്പോ തന്നെ അവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ. ബുനുവിന് ഫുൾ A+ന്റെ ട്രോഫി എടുത്തിക്കില്ല. അപ്പൊ അത് വാങ്ങി അവിടുന്ന്. പിന്നെ ഞങ്ങൾ എല്ലാവരും സാറിന്റെ ഫേവറേറ്റ് മക്കളായതുകൊണ്ട് സാർ ഞങ്ങളുടെ ഫോട്ടോ. ആക്ച്വലി സാർ കൊമേഴ്സിന്റെ സാറാണെങ്കിലും NSSന്റെ സാറായതുകൊണ്ട് നമുക്ക് നല്ല കമ്പനിയാണ്. സാർ എന്റെ ഫോൺ കേസിനെ കളിയാക്കിയാണ്. അങ്ങനെ പിന്നെ അവരോട് ബായ് പറഞ്ഞു പുറത്തിറങ്ങി വെച്ചപ്പോണ്ട് സാർ നമുക്ക് മുട്ടായെല്ലാം കൊണ്ടുതരുന്നു. എന്തൊരു സ്നേഹാലേ. പുറത്തിറങ്ങിയപ്പോണ്ട് ഞങ്ങളെ ഫിസിക്സ് സാറിനോട് പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സർട്ടിഫിക്കറ്റ് തെറ്റൊന്നും കൂടുതൽ ഞങ്ങളെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. അപ്പൊ പിന്നെ അത് മാറ്റാന്ന് എവിടെ പോയാലും ഇവർക്ക് പരദൂഷണം തന്നെ പണി. എന്താ ഇപ്പൊ ചെയ്യാ. അങ്ങനെ പിന്നെ ഓഫീസ് തുറക്കാൻ ആളെത്തി. ദിസ് ഈസ് ശുഭേ What's in my school's staff room? Come on, let's explore. Guys, പിന്നെ വന്ന സ്ഥിതിക്ക് ആ സർട്ടിഫിക്കറ്റ് തെറ്റി മാറ്റിയതൊക്കെ ഒന്ന് മാറ്റാന്ന് വെച്ച് അപ്പത്തേക്ക് 2 നേരെ കണ്ടല്ലോ അവിടെ പോയിക്കോളൂ. ബുഹൈനപ്പത്തേക്ക് അവിടെ ഇരുന്ന് എഴുത്തുകാരിയായി. വിശപ്പിന്റെ വിളി വന്നുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയും പ്രകൃതിയോട് ഇണങ്ങിയോ റോഡിനോട് ഇണങ്ങിയോ സ്കൂൾ നിങ്ങൾക്ക് വേറെ കിട്ടുമോ? ഇല്ലല്ലോ, അത് ഞങ്ങളെ സ്കൂൾ മാത്രമേ ഉള്ളൂ. പോന്നേക്ക് ധ്യാനം കിട്ടി. അങ്ങനെ ഇപ്പൊ വരിയായി നടന്നു പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. സ്കൂളിൽ നിന്ന് കുറച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബസ് ഓട്ടൊന്നും കയറാൻ നിന്നില്ല. പിന്നെ അവിടെ ഒരു വലിയ ചർച്ചയായിരുന്നു, എന്ത് ഓർഡർ ചെയ്യും. ഞാനും പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതേ ഓർമ്മയുള്ളൂ. അപ്പത്തേക്ക് ഒരു ഫേക്ക് ഫ്രണ്ട്സ് അപ്പത്തേക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാത്തിനും മുഖത്തും നല്ല ഫുഡ് കഴിച്ച് മത്ത് പിടിച്ചതിന്റെ കാണുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് ഹോട്ടൽ. ഒരു 5-10 വട്ടം വന്നാലും അങ്ങോട്ട് തീരുന്നില്ല ഇത് എക്സ്പ്ലോർ ചെയ്യൊക്കെ. മക്കളെ മനസ്സിലായോണ്ട് അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നൈസിൽ ഇറങ്ങി ഞങ്ങൾ നേരെ പോരെ പോയി. അപ്പത്രേ ഉള്ളൂ ഗൈസ്, ബൈ.